ഇന്നേ ദിവസം ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മൾക്കൊരു നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ യേശുനാഥ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നിമിഷം അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണമേ. അങ്ങയെക്കുറിച്ച് അറിയുവാനും അങ്ങയുടെ സ്നേഹത്തിൽ ആഴമായി വളരുവാനും വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈ നിമിഷം അങ്ങ് പഠിപ്പിച്ച അതിമനോഹരമായ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നൊക്കെ തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള കുട്ടികളെ, ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നതും ധ്യാനിക്കാൻ പോകുന്നതും നമ്മുടെ 7ാമത്തെ യൂണിറ്റായ ദൈവാനുഭവം പ്രാർത്ഥനയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ഒരു ജീവിതയാത്രയിലാണല്ലേ? നമ്മുടെ ജീവിതമാവുന്ന യാത്ര. ഈ യാത്രയിൽ നമുക്ക് ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഈ അനുഭവങ്ങളിലെല്ലാം തന്നെ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ ദൈവാനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ദൈവാനുഭവങ്ങളെക്കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയും നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒഴുകുന്ന നദിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ നദി ഒഴുകുന്ന വഴികളിൽ പുഴകളും തോടുകളും കടന്നു പോകുന്നു. ഈ പുഴകളും തോടുകളും കടന്നുപോയിക്കൊണ്ട് നദി സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ തേൻ നുകരാനായിട്ട് പറന്നു നടക്കുന്ന വണ്ട്. ഈ വണ്ട് പറന്നു നടക്കുന്ന വഴികളിൽ അതിമനോഹരമായ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിനെ കണ്ടുമുട്ടുന്നു. അതവിടെ ചെന്നിരിക്കുമ്പോൾ അതിന് മനസ്സിലാവുന്നു അതിന് പറ്റിയ അബദ്ധം. അതവിടെ നിന്ന് പറന്നുകൊണ്ട് ഒരു നാച്ചുറൽ ഫ്ലവറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് തേൻ നുകരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ കാന്തം. ആ ചെറിയ കാന്തം പോകുന്ന വഴികളിൽ ഇരുമ്പ് തരികളെയും കാന്തതരികളെയും ആകർഷിക്കുന്നുണ്ടെങ്കിലും അത് തന്നെ കൂടുതൽ ആകർഷിക്കുന്ന ആ വലിയ കാന്തത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതുപോലെ തന്നെയാണ് പ്രിയമക്കളെ നമ്മുടെ ഹൃദയവും എന്തിലേക്കോ എത്തിച്ചേരാനായിട്ട് അതിയായി ദാഹിക്കുന്നു. അതെ, ഈ ദാഹം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ദാഹത്തെ ജീവജലത്തിനായുള്ള ദാഹം എന്ന് പറയാം. ഇനി നമ്മുടെ ഭാഷകളിൽ പറഞ്ഞാൽ സ്നേഹിക്കപ്പെടാനായിട്ട്, പ്രശംസിക്കപ്പെടാൻ, അംഗീകരിക്കപ്പെടാൻ, ഒരു കരുതലിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം. ഈ ദാഹം നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഓരോരുത്തരുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി. നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധം. നമ്മളെപ്പോഴും തന്നെ നമ്മൾ പറയും, എൻ്റെ അച്ഛന് എന്നോട് അത്രയ്ക്ക് സ്നേഹം പോരാ, എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവണില്ല. ഇനി നമ്മുടെ സഹോദരങ്ങൾ തന്നെ എടുത്തു നോക്കി. സഹോദരങ്ങളുമായിട്ട് നമുക്ക് ആഴമായ ബന്ധം ഉണ്ടെങ്കിലും നമ്മൾ പറയും, അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല, അവൾക്ക് എന്നോട് ഒരു കരുതലില്ല. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകാനും ആയിരിക്കാനും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒപ്പമാണ്. ഈ സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കുമ്പോഴും നിങ്ങൾ പറയാറുണ്ട്, അവൻ എന്നെ അങ്ങനെ മനസ്സിലാവുന്നില്ല, അവൾക്ക് എന്നെ അറിഞ്ഞുകൂടാ. അതായത് നമ്മുടെ ബന്ധങ്ങളിലെല്ലാം നമുക്കൊരു അതൃപ്തി, ഒരു തൃപ്തി കിട്ടുന്നില്ല, ഒരു അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ബന്ധങ്ങളിലെല്ലാം നമുക്ക് ഈ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല മക്കളെ, ദൈവം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ആത്മാവ് ആ ദൈവത്തിൽ വിലയം പ്രാപിക്കാനായിട്ട്, അഭയം പ്രാപിക്കാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു ആഗ്രഹത്തെയാണ്
വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ ഭാഷയിൽ പറയുന്നത്, ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങേയ്ക്കായി സൃഷ്ടിച്ചു. അങ്ങയിൽ വിനയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. അതായത് നദി പോകുന്ന വഴികളിൽ പുഴകളും തോടുകളും കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും അത് സമുദ്രത്തിൽ ചെന്ന് എത്തിച്ചേരുന്നത് പോലെ തേൻ നുകരാനായി പാറി നടക്കുന്ന വണ്ട് അത് ആർട്ടിഫിഷ്യൽ ഫ്ലവറിൽ തന്നെ ഇരിക്കാതെ അവിടെ നിന്ന് പറന്ന് ഒരു നാച്ചുറൽ ഫ്ലവറിന്റെ അടുത്ത് വരുന്ന തേൻ നുകരുന്നത് പോലെ കാന്തം, ചെറിയ കാന്തം പോകുന്ന വഴികളിൽ ഇരുമ്പ് തരികളെയും കാന്തതരികളെയും ആകർഷിക്കുന്നുണ്ടെങ്കിലും അത് തന്നെ ഏറെ കൂടുതൽ ആകർഷിക്കുന്ന വലിയ കാന്തത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ നമ്മുടെ ഹൃദയവും അത് ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ നമ്മൾക്ക് ഒരു തൃപ്തി കിട്ടാത്തത്. മനുഷ്യാത്മാവിൻ്റെ ഈ അന്തർദാഹത്തെ എങ്ങനെ ശമിപ്പിക്കാൻ കഴിയുമെന്ന് യേശു തൻ്റെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:12-14 പറയുന്നു, നട്ടുച്ച നേരത്ത് വെള്ളം കോരാനായിട്ട് കിണറ്റിനരികെ എത്തിയ സമരിയാക്കാരിയായ സ്ത്രീയോട് യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുക, നിനക്ക് വീണ്ടും ദാഹിക്കും. ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അതുപോലെ തന്നെ യോഹന്നാൻ 7:38 പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ പറയുന്നത് പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. അതെ പ്രിയ മക്കളെ, മനുഷ്യാത്മാവിൻ്റെ ഈ അന്തർദാഹത്തെ ശമിപ്പിക്കാനായിട്ട് മനുഷ്യബന്ധങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. യേശു പഠിപ്പിച്ചതുപോലെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഉറവിടവും പൂർണ്ണതയുമായ ദൈവത്തിന് മാത്രമേ നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ ഈ ദാഹത്തെ ശമിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായിട്ടുള്ള മാർഗമാണ് നമ്മുടെ പ്രാർത്ഥനയും ആഴമായ ധ്യാനവും. പ്രിയ മക്കളെ, അതിനാൽ നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ മനുഷ്യാത്മാവിൻ്റെ ഈ ദാഹത്തെ ശമിപ്പിക്കാനായിട്ട് ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കാം, ദൈവാനുഭവത്തിൽ വളരാനായിട്ട് ശ്രമിക്കാം. ഇന്നേ ദിവസം നിങ്ങളെല്ലാവരും വീട്ടിൽ ചെല്ലുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ദൈവാനുഭവം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട്, നിങ്ങൾ മാതാപിതാക്കളുമായിട്ടോ കുട്ടികളോ കൂട്ടുകാരുമായിട്ടോ പങ്കുവയ്ക്കുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ആ ദൈവാനുഭവം ഡയറി എടുത്തുകൊണ്ട് അതിലൊന്ന് കുറിച്ചിടുക. അപ്പോൾ ദൈവം നിങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹസ്വരൂപനായ യേശുനാഥ, അങ്ങയുടെ സ്നേഹത്തിൽ ആഴമായി വളരുവാനും അങ്ങയുടെ കൂടെ ആയിരുന്നുകൊണ്ട് ദൈവാനുഭവത്തിൽ വളർന്നുകൊണ്ട് ദൈവത്തിൻ്റെ നല്ല മക്കളായി തീരുവാനും വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.